ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ കാത്തിരിക്കുന്നത്. എല്ലാ തവണത്തെ പോലെയും ദേവിയോട് ഇത്തവണയും നമ്മുടെ ആനന്ദ് ക്ഷമിക്കുന്നില്ല. പകരം സത്യങ്ങളെല്ലാം ദേവമംഗലത്തുള്ളവരെ അറിയിക്കാനാണ് ആനന്ദിന്റെ തീരുമാനം. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കപ്പം നോക്കാട്ടോ. അപ്പോൾ ആനന്ദ് ഗോമതി സ്റ്റോറിൽ ക്യാമറയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ആരാണ് അവിടുത്തെ ക്യാഷ് അടിച്ചു മാറ്റുന്ന കള്ളനെന്നറിയാനായിട്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഉദയഭാനു പതിവ് പോലെ തന്നെ ഗോമതി സ്റ്റോറിലേക്ക് ദേവിയെ കാണാനാണെന്ന വ്യാജന കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനുവിൻ്റെ ആ വരവിൽ ആർക്കും സംശയവും തോന്നുന്നില്ല. ഉദയഭാനു വരുന്ന സമയത്ത് അവിടെ രാമേട്ടനും ദേവിയും മാത്രമേ ഉള്ളൂ. അപ്പം ദേവിയാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ആ കടയിലുണ്ട്. രാമേട്ടനാണ് ലോഡ് നോക്കാനായിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോകും. ഈ സമയം ഉദയഭാനു ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് മേശയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ അച്ഛൻ്റെ ഈ പ്രവൃത്തി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അച്ഛനോട് ദേവി പറയും, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആനന്ദേട്ടൻ അച്ഛനോട് ഓരോ തവണയും എന്നെ വീട്ടിലിരുത്താൻ പറയുന്നത് കൊണ്ട് അച്ഛൻ വരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്തായാലും ബാലച്ചൻ എന്നോട് ഇനി വരണ്ടെന്ന് പറയുന്നത് വരെ ഗോമതി സ്റ്റോറിൽ വരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാം. മോളെ ദേവി, നീ ഇങ്ങനെ വാശി കാണിക്കരുത് എന്നൊക്കെ ഉദയഭാനു അപ്പം പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിന്റെ അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടായി നിന്നെ ദേവമംഗലത്ത് നിന്ന് അടിച്ചിറക്കിയാൽ പിന്നെ അവളുടെ ഭാവി എന്താകും? ചേച്ചിയുടെ ജീവിതം ഒന്നുമല്ലാതെ നിൽക്കുമ്പോൾ അത് അനിയത്തിയുടെ ഭാവിയെയും ബാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കാം. ഞാൻ കാരണം എൻ്റെ അനിയത്തിയുടെ ഭാവിക്ക് ഒരു കുഴപ്പം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് ദേവി അപ്പോൾ പറയാൻ കേട്ടോ. ദേവി എന്നിട്ട് ഉദയഭാനുവിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. സാധനങ്ങളൊക്കെ അടുക്കി പറക്കുന്ന ഇതിൽ തന്നെയാണ് ശ്രദ്ധിച്ചു നിൽക്കുന്നത്. ഇതേ സമയം ഉദയഭാനു ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് പതിവ് പോലെ ഡ്രോ തുറന്ന് അതിൽ നിന്ന് കുറേ കാശ് എടുക്കുകയാണ് കേട്ടോ. എണ്ണിപ്പോലും നോക്കാതെ കുറേ അങ്ങോട്ട് വാരി എടുക്കുക. അതിലൊരു കെട്ട് കാശിരിപ്പുണ്ടായിരുന്നു. അതും ഉൾപ്പെടെയാണ് ഉദയഭാനു എടുക്കുന്നത്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ പറയും, എന്നാ ദേവി ഞാൻ പോയേക്കുക, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറയാം. ദേ ആനന്ദ് മോനെ, നീ വെറുപ്പിക്കരുത്. അച്ഛൻ അത് മാത്രമേ പറയാനുള്ളൂ. നീ എങ്ങനെയെങ്കിലും ദേവമംഗലത്ത് പിടിച്ചു നിൽക്കണം. എനിക്കറിയാം ദേവമംഗലം വിട്ട് നിനക്കൊരു ജീവിതമില്ലെന്ന്. അത്രയും പറഞ്ഞിട്ട് ഉദയഭാനു അവിടെ അങ്ങോട്ട് പോവുക. അപ്പോൾ ഉദയഭാനു ഈ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നല്ല വെടിപ്പായിട്ട് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിൽ മാത്രമല്ല ആനന്ദിൻ്റെ ഫോണിലും കിട്ടിയിട്ടുണ്ട്. ആനന്ദ് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം പേരും കള്ള ഉദയഭാനു, താനാണല്ലേ കടയിലെ കള്ളൻ. എന്നിട്ട് ഒന്നും അറിയാത്ത ആ പാവ മാമനെ കള്ളനാക്കാൻ തൻ്റെ പുന്നാര മോളായിരുന്നു മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്ന് തൻ്റെ ദേവിമോള് എൻ്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത് ഞാനൊന്ന് കാണുന്നുണ്ട് എന്നൊക്കെ ആനന്ദ മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പോൾ ആനന്ദ് വളരെ സന്തോഷത്തോടു കൂടിയാണ് വൈകുന്നേരം ദേവമംഗലത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ആനന്ദിൻ്റെ സന്തോഷം കാണുമ്പം ആകാശം ചോദിക്കുന്നുണ്ട്, എന്താ ആനന്ദേട്ടാ പതിവില്ലാത്തൊരു സന്തോഷം എന്നൊക്കെ. ഏയ് ഒന്നുമില്ലടാ എന്ന് പറയാം. ഒന്ന് സന്തോഷിക്കാനും പാടില്ലേ? നമ്മുടെ അനുമോള് വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ലേ, ആ സന്തോഷം എൻ്റെ മുഖത്ത് കണ്ടത് എന്ന് അപ്പം ആനന്ദ് പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ആകാശവും അത് ശരിയാ, അനുമോള് തിരിച്ചു വന്നതോടുകൂടി ദേവമംഗലത്തെ സന്തോഷവും മടങ്ങിയെത്തി എന്ന് ആകാശം ആനന്ദ് പറഞ്ഞതിൻ്റെ ബാക്കി എന്നോണം പറയുവാണേ. ഇതേസമയം ദേവിയാണെങ്കിൽ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദേവിയെ കാണുമ്പം ആനന്ദ് ചോദിക്കും, അല്ല ഇന്നും പതിവ് പോലെ കണക്ക് നോക്കുമായിരിക്കും അല്ലേ? അല്ല, ഇന്ന് ആരെ കള്ളനാക്കാനാ നീ ഇത്ര തല പുകഞ്ഞാലോചിക്കുന്നത്? ദേ ആനന്ദ അനാവശ്യം പറയരുത്, ഞാൻ ആരെയും കള്ളനാക്കിയിട്ടില്ല എന്ന് പറയാം. അയ്യോ, ഒരു സത്യസന്ധത. എൻ്റെ പാവം മാമനെ കള്ളനാക്കി ഇവിടുന്ന് പുറത്താക്കാൻ മുൻപന്തിൽ നിന്നത് നീയല്ലേ? നിന്റെ അഭിനയ മികവൊക്കെ ഞാൻ കണ്ടതല്ലേടി എന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഇത്ര തലപുകഞ്ഞ് ആലോചിക്കുന്നേ? ഇന്നും എന്താ കടയിൽ നിന്ന് മോഷണം പോയോ? ഇനിയിപ്പം മാമൻ്റെ തലയിൽ ഇടാനായിട്ട് പറ്റില്ലല്ലോ, മാമൻ കടയിൽ വരുന്നില്ലല്ലോ ഇപ്പോൾ എന്ന് ചോദിക്കാം. അപ്പം ദേവിയും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നും പതിവ് പോലെ കടയിൽ നിന്ന് വലിയൊരു തുക തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. ഇതെവിടെ പോയി എന്ന് ദേവിക്ക് ചിന്തിച്ചിട്ട് ഒരന്തവും കുന്തവും കിട്ടുന്നില്ല. അല്ല ഇനിയിപ്പം നീ ആരുടെ തലയിൽ ഇടാനാ ഉദ്ദേശിക്കുന്നത്? രാമേട്ടൻ്റെയോ അതോ ആകാശിൻ്റെയോ അതോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ തന്നെ പൈസ മോഷ്ടിച്ചതാണെന്ന് നീ പറയുമോ ദേവി എന്ന് ചോദിക്കും. ആനന്ദേട്ടാ, ഞാൻ മനസ്സാ വാച ചിന്തിക്കാത്ത കാര്യമൊന്നും എന്നെക്കുറിച്ച് പറയരുത് കേട്ടോ. ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. ദേ ഇന്നും കണക്കിൽ പ്രശ്നം വന്നിട്ടുണ്ട്. കുറേ കാശിൻ്റെ കുറവുണ്ട്. ഏകദേശം ഇന്നും ഒരു 20,000 രൂപ അടുത്ത് കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ആഹാ, അപ്പം ഇന്നും ഏതോ കള്ളം വന്ന് പണം എടുത്തുകൊണ്ട് പോയി. അല്ല, നിന്റെ ശ്രദ്ധ കടയിലൊന്നും അല്ലേ? കടയിൽ നിന്ന് ഇത്രയും പൈസ മോഷണം പോകുന്നതൊന്നും നീ കാണുന്നില്ലേ ദേവി എന്ന് ചോദിക്കാം. ഇന്ന് കടയിൽ ആരെങ്കിലും വന്നിരുന്നോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാം. കടയിൽ ആര് വരാൻ? കസ്റ്റമേഴ്സ് വന്നു. അതല്ല
അല്ലാതെ ആരും വന്നിട്ടില്ല. പുറത്തുനിന്ന് ആരും വന്നില്ലേ എന്ന് ചോദിക്കുക. പുറത്തുനിന്ന് ആര് വരാൻ, ആരും ഉണ്ടായിരുന്നില്ല. അല്ല, നിന്റെ അച്ഛനെങ്ങാനും വന്നോ എന്ന് ചോദിക്കുക. ഓ, ആനന്ദേട്ടനപ്പം അറിയാം എൻ്റെ അച്ഛൻ ഇന്ന് കടയിൽ വന്നിരുന്നെന്ന്. എനിക്ക് അപ്പോഴേ തോന്നി ആനന്ദേട്ടൻ എൻ്റെ അച്ഛനെ വിളിച്ച് നിർബന്ധിച്ചതുകൊണ്ടാണ് അച്ഛൻ ഇന്നും കടയിൽ വന്നതെന്ന്. ദേ, ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആനന്ദേട്ടൻ എന്നോട് ദേഷ്യം തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. ബാലച്ചന് ഇപ്പം എൻ്റെ സഹായം ആവശ്യമുള്ള സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ കടയിൽ പോകാമെന്ന് തീരുമാനിച്ചത്. എന്താവശ്യം? അനു തിരിച്ചു വന്നു. ഇനി കടയിലെ കാര്യങ്ങളൊക്കെ അനുമോള് തന്നെ പഴയ പോലെ കണക്കൊക്കെ നോക്കിക്കോളൂ. നിൻ്റെ ഒരാവശ്യം അവിടെ ഇല്ല എന്ന് ആനന്ദ് പറയാം. അന്ന് ബാലച്ചൻ പറയട്ടെ, ബാലച്ചൻ എന്നോട് വരണ്ട, ദേവി ഒന്ന് വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഗോമതി സ്റ്റോറിലേക്ക് പോകില്ല എന്ന് പറയാം. ദേ, ആനന്ദേട്ടൻ എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. കാശിൽ എവിടെയോ കുറവ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയതിൽ പിശകായിരിക്കും, ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറയാം. ആ കണക്ക് ഒരിക്കലും ശരിയാക്കാൻ പോകുന്നില്ല ദേവി. നീ ഇനി എത്ര കൂട്ടിയാലും അതൊന്നും ശരിയാക്കില്ല. അല്ല, തന്തയും മോളും കൂടി അറിഞ്ഞുള്ള കളിയാണോ ഇത് എന്ന് ചോദിക്കുക. ആനന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാം. അല്ല, നിന്റെ ആ ഫ്രോഡ് അച്ഛൻ ഇന്ന് കടയിൽ വന്നിട്ട് പോലും നിനക്കൊരു സംശയം തോന്നിയില്ലേ എന്ന് ദേവിയോട് ചോദിക്കുക. ആനന്ദേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ അച്ഛനാണ് കടയിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നതെന്നോ? എന്താ സംശയം? അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുക. നിന്റെ അച്ഛൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു മകളാ നീ. അങ്ങനെയുള്ളപ്പം കടയിൽ നിന്ന് പൈസ മോഷ്ടിച്ചത് നിന്റെ അച്ഛനും അതിന് കൂട്ടുനിന്നത് നീയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിലെന്ത് തെറ്റാ ഉള്ളത് എന്ന് ചോദിക്കാം. ആനന്ദേട്ടൻ ചുമ്മാ അനാവശ്യം പറയരുത്. എൻ്റെ അച്ഛൻ കള്ളനാണ്, അത് ഞാൻ സമ്മതിച്ചു. ഒരുപാട് പേരോട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും കരുതി മോഷ്ടിക്കത്തൊന്നുമില്ല. അതും എനിക്ക് ദ്രോഹം വരുന്നൊരു കാര്യം എൻ്റെ അച്ഛൻ ഒരിക്കലും ചെയ്യത്തില്ല. എൻ്റെ ജീവിതം രക്ഷപ്പെടാനായിട്ടാണ് ഇവിടെ ഉള്ളവരോട് പോലും പല കള്ളങ്ങളും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത്. അതൊക്കെ നിവർത്തികേടാ. ദേവി, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിവർത്തികേട് എന്നുള്ളൊരു വാക്കുകൊണ്ട് നീ നിൻ്റെ അച്ഛൻ്റെ തെറ്റുകളെ ന്യായീകരിക്കരുതെന്ന്. ഏത് കള്ളന്മാർക്കും പറയാൻ പറ്റുന്നൊരു വാക്കാ അവസാനം പിടിച്ചു കഴിയുമ്പം എൻ്റെ നിവർത്തികേടാണെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കള്ളത്തരം തന്നെയാണ്. നീ നിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയാം. ആനന്ദേട്ടൻ വീണ്ടും വീണ്ടും എൻ്റെ അച്ഛനെ തന്നെ കള്ളനാക്കാനായിട്ട് നോക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുക. അല്ല, സ്വന്തം അച്ഛനെ പറഞ്ഞപ്പം നിനക്കപ്പം കൊണ്ടുവല്ലേ? ആ പാവം മാമനോട് കള്ളനാണോ എന്ന് ചോദിച്ചപ്പം നിനക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അല്ല, രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ എന്ന് പറയാം. ആനന്ദേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. ആ കടയിലെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനാ നോക്കുന്നതെന്നും എന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും എൻ്റെ അച്ഛന് ബോധ്യമുണ്ട് എന്ന് തീർത്തു പറയാം. ഉറപ്പാണോ? നിൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ലേ? അല്ല, നിൻ്റെ ഈ അഭിനയത്തിന് മുന്നിലാണ് കേട്ടോ പലപ്പോഴും ഞാൻ വീണു പോയിട്ടുള്ളത്. ഇപ്പോഴും കള്ളം ചെയ്തിട്ട് ഒരു തെറ്റും ചെയ്യാത്തതുപോലെ നീ സംസാരിക്കുന്നുണ്ടല്ലോ. നിനക്കും ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിന്റെ അനിയത്തിയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയമല്ലേ? വീട്ടിൽ കാശിന് നല്ല അത്യാവശ്യം കാണും. അതിനിപ്പം ഇതായിരിക്കും മുന്നിൽ അയാൾക്ക് വഴിയുള്ളൂ എന്ന് പറയാം. ആനന്ദേട്ടൻ കുറേ സമയമായി എൻ്റെ അച്ഛനെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നു. അതെൻ്റെ അച്ഛനാ, തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം എന്നും കരുതി എൻ്റെ അച്ഛനെ പറ്റി ഇങ്ങനെ ഓരോ തോന്നിവാസം പറയുന്നത് മുഴുവനും ഞാൻ കേട്ട് നിന്നെന്ന് വരില്ല എന്ന് പറയാം. നീ എന്നെ എന്ത് ചെയ്യുവടി? എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചേ. നീ എന്നെ തല്ലുവോ എന്ന് ചോദിക്കുക. ഞാൻ ആനന്ദേട്ടനെ തല്ലത്തൊന്നുമില്ല എന്ന് അപ്പോൾ ദേവി പറയാണ്. ഓ, നിന്റെ മഹാനായ അച്ഛൻ്റെ വലിയൊരു മഹാകാര്യം ഞാനിപ്പം നിന്നെ കാണിച്ചു തരാം. നിന്നെ മാത്രമല്ല എല്ലാവരെയും കാണിച്ചു തരാം എന്ന് ആനന്ദ് പറയാണ് കേട്ടോ. അപ്പം ദേവിക്ക് ആകെ ഭയം തോന്നുവാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ദേവി നിൽക്കുക. എന്താ ആനന്ദേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക. നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരട്ടെ ദേവി എന്ന് ചോദിച്ചുകൊണ്ട് ഫോണിൽ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാൻ കേട്ടോ. ദേവി അന്തം വിട്ട് നിൽക്കുക. ആനന്ദ് കാണിച്ചു കൊടുത്ത ആ വീഡിയോ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ ദേവി. തൻ്റെ അച്ഛൻ കടയിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നത് വ്യക്തമായിട്ട് ആനന്ദിൻ്റെ ഫോണിൽ വീഡിയോ പിടിച്ചിരിക്കുന്നു. ഇതെന്താ ആനന്ദേട്ട എന്നുള്ള രീതിയിൽ ദേവി ആനന്ദിനെ നോക്കുക. എന്തേ ദേവി, തല ഉയർത്തി നിനക്ക് നോക്കാൻ പോലും സാധിക്കുന്നില്ലേ? നിന്റെ സത്യസന്ധനായ അച്ഛൻ്റെ പ്രവൃത്തിയാ. നിനക്ക് എതിരായിട്ടൊന്നും ചെയ്യില്ലെന്നാണല്ലോ കരുതിയത്. ഓ, ഇനിയിപ്പം നിനക്കും ഇതിൽ പങ്കാളിത്തം ഉണ്ടോ? അച്ഛൻ പൈസ മോഷ്ടിച്ചോട്ടെ എന്ന് കരുതി നീയാണോ അനുമതി കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് നാക്കുപോലും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അത്രയ്ക്കും വലിയൊരു കള്ളവാ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് ദേവിക്ക് ബോധ്യപ്പെടുകയാണ്. ദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാണ് കേട്ടോ. അന്ന് നീയും കൂടി ചേർന്ന് എൻ്റെ പാവം മാമനെ മോഷ്ടിച്ചതാണോ എന്ന് ചോദിച്ച ദിവസമല്ലേ? അന്നും നിന്റെ അച്ഛൻ കടയിൽ വന്നിട്ടുണ്ടായിരുന്നുവെന്ന് ആകാശ് വഴി എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛൻ വന്നെന്ന് കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ ഇതിൻ്റെ പിന്നിൽ അയാൾ തന്നെയായിരിക്കും. ഇത്രയും വലിയ ചെറ്റത്തരം നിന്റെ കുടുംബക്കാർക്കല്ലാതെ ആർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂടി എന്ന് ചോദിക്കാം. അപ്പം അതിനും മറുപടിയില്ല ദേവിക്ക്. ഇത്രയും നേരം താൻ തൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞതൊക്കെ വെറുതെയാണ് എന്ന് ദേവിക്ക് ബോധ്യപ്പെടുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ദേവി നിൽക്കുകയാണ്.
ആ ഇപ്പം തന്നെ അച്ഛൻ വിളിക്കും നിന്നോട് കണക്ക് ചോദിക്കാനായിട്ട്. ആ സമയത്ത് പൈസ കുറവുള്ളത് കാണുകയും ചെയ്യും. അപ്പം നീ ആരെയാ പോലും കുറ്റക്കാരനാക്കാൻ പോകുന്നത്? കടയിലുണ്ടായിരുന്ന രാമേട്ടനെയാണോ അതോ ആകാശിനെയാണോ? ഇത്തവണ നിന്റെ കള്ളത്തരം ഒന്നും നടക്കാൻ പോകത്തില്ലടി. ഈ വീഡിയോ എല്ലാവരും ഞാൻ കാണിക്കും. ഇത്രയും നാളും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്നോട് ഞാൻ ക്ഷമിച്ചതാ. ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ കുടുംബം അടയ്ക്കുക നീ നശിപ്പിക്കാൻ നോക്കുന്നത് എന്ന് ദേവിയോട് പറയാണ്. ദേവി പെട്ടെന്ന് ആനന്ദിൻ്റെ കാലിലേക്ക് വീഴുക. ആനന്ദേട്ട, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയാം. ഇപ്പം ദയവ് ചെയ്ത് ആനന്ദേട്ടൻ ഈ വീഡിയോ കാണിക്കരുത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഭാവി ഒന്നും അല്ലാതായി പോകും. അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞ് ദേവി കരയൂട്ടോ. എന്തേ ഇത്ര സമയം ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ എന്നോട് സംസാരിച്ചത്? നീ അച്ഛൻ ഒരു കള്ളത്തരം ചെയ്യില്ല, നീയും ചെയ്യില്ല എന്നാണല്ലോ പറഞ്ഞത്. നീയും ഇതിന് കൂട്ടു നിന്നിട്ടുണ്ട്. നിനക്കിപ്പോൾ പോലും നിന്റെ കുടുംബക്കാരെ അനുകൂലിച്ച് സംസാരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളല്ലോ ദേവി. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിനെ നീ ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കാനാ നോക്കുന്നത് എന്ന് പറയാം. പെട്ടെന്ന് ദേവിയുടെ മനസ്സിലേക്ക് ഒന്നും എല്ലാം കടന്നു വരികയാണ്. തൻ്റെ അച്ഛൻ ഓരോ തവണയും തന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ദേവി രണ്ടും കൽപ്പിച്ചെന്ന പോലെ പെട്ടെന്ന് പറയാണ്. ആനന്ദേട്ടൻ എല്ലാവരെയും ഈ വീഡിയോ കാണിച്ചോളൂ. എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ അച്ഛനും കാരണം ആ മാമൻ അപമാനിക്കപ്പെട്ട് ദേവമംഗലത്തേക്ക് നിന്നും പടി ഇറങ്ങിപ്പോയി. മാമൻ്റെ സത്യം എല്ലാവരും തിരിച്ചറിയണം. മാമനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ അത്രയിലും പ്രായശ്ചിത്തം ചെയ്യണ്ടേ? ഞാൻ തന്നെ ഈ സത്യങ്ങൾ എല്ലാവരോടും പറഞ്ഞോളാം. ഓ, പെട്ടെന്നാണല്ലോ നീ അടവ് മാറ്റിയത്. നീ വലിയ പുണ്യാളത്തി കളിക്കാൻ പോവാണോ? നീ പറയണ്ട. നീ പറയാതെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ളവരെ അറിയിക്കാൻ എനിക്കറിയാടി എന്ന് ആനന്ദ് പറയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ ബാലൻ ദേവിയെ വിളിക്കുന്നത്. മോളെ ദേവി എന്ന് ചോദിച്ചുകൊണ്ട് ദേവി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ബാലച്ചൻ തന്നോട് കണക്കുകൾ നോക്കിയോ എന്ന് ചോദിക്കാനോ വിളിക്കുന്നതെന്ന് ദേവിക്ക് ബോധ്യപ്പെടുക. ചെല്ല്, അച്ഛൻ്റെ മുന്നിൽ നിന്റെ അച്ഛൻ മോഷ്ടിച്ച പൈസയുടെ കണക്ക് നീ നിരത്തി കൊടുക്കുക എന്ന് പറയാണ് കേട്ടോ. ദേവിയാണെങ്കിൽ തൻ്റെ ജീവിതം തകർന്നു. ഇനി തനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ ബാലൻ്റെ അടുത്തേക്ക് കണക്ക് പുസ്തകമായിട്ട് ചെല്ലുക. മോള് കണക്കൊക്കെ നോക്കിയിരുന്നോ? ഇന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അപ്പം ദേവി ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്താ ദേവി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പം ചുറ്റും നിന്ന് ഗോമതി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദേവി ഒന്നും മിണ്ടുന്നില്ല. അപ്പം ആനന്ദ് പറയും, അവളെ ഒന്നും പറയില്ലമ്മേ, ഇന്നും കണക്കിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇന്നും 10,20,000 രൂപ കടയിൽ നിന്ന് നഷ്ടം വന്നിട്ടുണ്ട്. അതാ ദേവി തലകുനിച്ച് നിൽക്കുന്നത്. അത് കാണുമ്പം ബാലൻ പറയും, അതിന് മോൾ എന്തിനാ തലകുനിച്ച് നിൽക്കുന്നത്? മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാം. കടയിൽ നിന്ന് വീണ്ടും കാശ് പോയോ എന്ന് ആകാശപ്പ ചോദിക്കുകയാണ് കേട്ടോ ആനന്ദിനോട്. അതെ, 20,000 രൂപയുടെ കുറവ് ഇന്നും വന്നിട്ടുണ്ട് എന്ന് പറയാം. അത് പിന്നെ എവിടെ പോയി എന്നുള്ള രീതിയിൽ ഗോമതി നിൽക്കുക. പെട്ടെന്ന് മീനു പറയും, കടയിൽ നിന്ന് തുടർച്ചയായി ഇങ്ങനെ പൈസ മോഷണം പോകുന്നു. ഇതിപ്പം ആരും നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല. അന്ന് 25,000 രൂപ നഷ്ടപ്പെട്ട ദിവസം മാമനും 25,000 രൂപ ചെലവാക്കിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും മാമനിലേക്ക് സംശയദൃഷ്ടിയിൽ നോക്കിയത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരെ സംശയിക്കും എന്ന് മീനും ചോദിക്കുകയാണ് കേട്ടോ. ഉള്ളിൽ തറയ്ക്കാണ്. ഒരു കുറ്റവാളിയെ പോലെ ദേവി എല്ലാവരുടെ മുന്നിൽ നിൽക്കുക. അത് കാണുമ്പം ഗോമതി പറയും, മോളെ ദേവി, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റൊന്നും അല്ലല്ലോ. കടയിൽ നിന്ന് പൈസ മോഷണം പോകുന്നു. അത് ആരുടെയും തെറ്റല്ലല്ലോ മോളെ. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമുക്കത് കണ്ടുപിടിക്കാം, പോലീസിലൊരു പരാതി കൊടുക്കാം എന്ന് ഗോമതി പറയാണ്. പെട്ടെന്ന് ആനന്ദ് പറയും, ആ അമ്മ പറഞ്ഞത് ശരി, നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം, തുടർച്ചയായിട്ട് കാശ് കാണുന്നില്ല എന്നും പറഞ്ഞ് എന്ന് ആനന്ദും അപ്പം ഗോമതിയെ ഏറ്റു പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം ദേവിയുടെ കണ്ണൊക്കെ ചുമന്ന് കിടക്കുക. ആനന്ദിനെ തന്നെ നോക്കുകയാണെ തൻ്റെ അച്ഛനെ പോലീസ് പിടിക്കും, അതോടുകൂടി തൻ്റെ കുടുംബം തകരും എന്നുള്ളതൊക്കെ ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. പക്ഷേ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, കള്ളൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ആനന്ദ് അപ്പം പറയും. അത് കേൾക്കുമ്പം ബാലൻ പറയും, നീ എന്താ പറയുന്നത്? കള്ളൻ ആരാണെന്നാ നീ പറയുന്നേ? ആ, കള്ളൻ ആരാണെന്നൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്ന് പറയാം. അപ്പം എല്ലാവരും ആകാംക്ഷയോട് കൂടി എന്ത് വീഡിയോ ആണ് ആനന്ദ് കാണിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നോക്കുക. വീഡിയോയോ? ഞാൻ ഈ കള്ളനെ പിടിക്കാനായിട്ട് നമ്മുടെ കടയിൽ ചെറിയൊരു ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണക്ഷൻസ് എല്ലാം എൻ്റെ ഫോണുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കടയിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ന് 20,000 രൂപ മോഷ്ടിച്ച കള്ളൻ ആരാണെന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാം. അപ്പം എല്ലാവരും ആനന്ദിൻ്റെ ഫോണിലേക്ക് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അതിൽ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇത് ഉദയഭാനു സാറല്ലേ? സാർ എന്തിനാ കടയിൽ നിന്ന് പൈസ എടുത്തത്
എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കുവാണ്. പെട്ടെന്ന് ദേവിയുടെ മുഖഭാവവും കൂടി കാണുമ്പം ബാലൻ ആ പ്രശ്നത്തെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് പറയും, മോള് സങ്കടപ്പെടണ്ട, അച്ഛന് ചിലപ്പം എന്തെങ്കിലും ആവശ്യം വന്നപ്പം നമ്മുടെ സ്വന്തം കടയല്ലെന്നോർത്ത് കാശെടുത്തതായിരിക്കും, അതിന് മോളെ ആരും ഇവിടെ കുറ്റപ്പെടുത്തില്ല. അല്ലെങ്കിലും ഉദയഭാനു സാറിനെ പോലെ വലിയൊരു മനുഷ്യന് ഈ നമ്മുടെ കടയിലെ ചെറിയ കാശ് എടുത്തിട്ട് എന്ത് ചെയ്യാനാ എന്ന് ബാലൻ പറയാം. ഗോമതിയും പറയും, അതെ അതെ ദേവിമോളെ ഇവിടെ ആരും കുറ്റപ്പെടുത്തില്ല, അച്ഛൻ എന്തോ ആവശ്യം വന്നപ്പം പെട്ടെന്ന് കാശെടുത്തോണ്ട് പോയി, ബാലേട്ടൻ അവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് പറയാൻ നിന്നില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗോമതിയും അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ആനന്ദ് ചിരിച്ചോണ്ട് നിൽക്കുക. അച്ഛനും അമ്മയും എത്ര പാവങ്ങളാ, ഇപ്പം പോലും അയാളുടെ കള്ളത്തരം കൈയോടെ പൊക്കിയിട്ട് പോലും ദേവിയുടെ ഭാഗം പറയാനല്ലേ അവർ ശ്രമിക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ ആനന്ദിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. പക്ഷേ മീനുവും ഇത്രയും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അയാളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നോ, ഇത്തരത്തിലൊരു കള്ളനായിരുന്നോ അന്ന് മാമൻ കാശെടുത്തു എന്ന് പറഞ്ഞ ദിവസവും ഇയാൾ ആയിരിക്കും കാശെടുത്തത് എന്നൊരു ചിന്തയൊക്കെ കടന്നു വരിക. അപ്പോൾ ആകാശ് പെട്ടെന്ന് പറയാണ്, അന്ന് 25,000 രൂപ മോഷണം പോയ അന്നും ഉദയഭാനു സാറ് കടയിൽ വന്നിരുന്നു, ഇനി സാറാകുമോ ആ പൈസ എടുത്തത് എന്നൊക്കെ ചോദിക്കുക. പെട്ടെന്ന് ബാലൻ പറയും, അതിൻ്റെ ആവശ്യം എന്താ ഉദയഭാനു സാറിന്, ഇതിപ്പോൾ എന്തോ ആവശ്യത്തിന് ഈ പൈസ എടുത്തു, അത്ര തന്നെ, ചിലപ്പം ഇപ്പം തന്നെ എന്നെ വിളിച്ചു പറയുമായിരിക്കും എന്നൊക്കെ ബാലൻ വീണ്ടും വീണ്ടും ഉദയഭാനുവിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. പക്ഷേ എല്ലാ കാര്യങ്ങളും പൊളിച്ചടുക്കി ദേവിയുടെ സത്യാവസ്ഥ എല്ലാവരോടും തുറന്നു പറയാൻ തന്നെയാണ് നമ്മുടെ ആനന്ദ് തീരുമാനിച്ചിരിക്കുന്നത്. അത് വരുമൊരു എപ്പിസോഡ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാവേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് ബൈ.